ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല, പകരം ഒരു വ്ളോഗാണ്. ഇപ്പോൾ ഈ നവരാത്രി സമയത്ത് ഞങ്ങളിവിടെ അമേരിക്കയിൽ നവരാത്രിയും ഗൊലുവും ഒക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ പോണത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്, ഉമ ആൻഡ് ശേഖർ. അവർ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അവർ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിധത്തിൽ ഗൊലു ഒക്കെ വെക്കും. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം. Hello, Shaker. Everything, Shaker. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഉമ. ബേസ്മെൻറ്റിലാണ് ഇവർ ഗൊലു ഇത്തവണ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ്മെൻറ്റിൽ പോയതിന് ശേഷം ഉമയെ ഞാൻ വിശദമായി പരിചയപ്പെടുത്തി തരാം. ബേസ്മെൻറ്റിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ബേസ്മെൻറ്റിൽ പോയി ഗൊലുവൊക്കെ കാണും, അവിടുന്ന് പാട്ടൊക്കെ പാടും. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നിട്ട് എല്ലാവർക്കും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഗൊലു കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് ദേ ഈ സൈഡൊന്ന് നോക്കൂ. ഇതിവിടെ ഒരു ഫോട്ടോ സ്പോട്ടാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു അമ്പലത്തിൻ്റെ ഡിസൈനൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് വരുന്ന ഓരോ ഫാമിലീസും ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കും. പിന്നെ ദേ നമ്മുടെ ഗൊലുവിൻ്റെ സ്ഥലം ഇത് ഗംഭീരാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ദിവസം മുന്നേ പണി തുടങ്ങിയിട്ടുണ്ടാവും തോന്നുന്നു. എന്താ പറയുക, സ്റ്റെപ്സ് രണ്ട് സൈഡിലും ഒക്കെ വിശദമായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാ ദൈവങ്ങളും ഉണ്ട് അവിടെ. അത് നമുക്കൊന്ന് വിശദമായിട്ട് പിന്നീട് നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഗൊലുവിനെ പറ്റിയിട്ട് ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഉമ്മയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നാണ്. ഉമ്മ പഴനിയിൽ നിന്നും ശേഖർ കുംഭകോണത്തു നിന്നും. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം പറയാനറിയില്ല കേട്ടോ, കേട്ടാൽ മനസ്സിലാവും. ഇത് എൻ്റെ ഫ്രണ്ട് ഉമ്മ. ഹായ്. ഉമ്മ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ട്രഡീഷണൽ ആയിട്ട് അമേരിക്കയിൽ ഗൊലു വെക്കും. ഉമ്മയ്ക്ക് എന്താ പറയുക, This is my no, any language is fine. This is my 20th year doing it. I think when Adu was first 1 year old, I started doing Golu, and then this is 20th year. 20th year. അപ്പോൾ 20 വർഷമായിട്ട് അമേരിക്കയിൽ ഞങ്ങൾക്ക് ഗൊലുവിൻ്റെ ട്രഡീഷൻ കാണിച്ചു തരുന്നത് ഉമ്മയും ഉമ്മയുടെ ഹസ്ബൻഡ് ശേഖറുമാണ്. Hi, Shaker. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇതിനെപ്പറ്റി ഉമ്മ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. யூஸ்வலாக நவராத்திரி கொலுங்கிறது நம்ம துர்கா, லக்ஷ்மி, சரஸ்வதி 3 காடஸ்க்கும் பண்ணுறது. இந்த இது வந்து சிக்னிஃபிகன்ஸ் என்னென்னா, இந்த 9 நைட்டும் அம்மன் நம்ம வீட்டுக்கு வந்து அருள் புரிவாங்க அப்படிங்கிறது. அதுக்காக தான் எல்லா விமன், கேர்ள்ஸ் அவங்களெல்லாம் கூப்பிட்டு மஞ்சள் குங்குமம் கொடுக்கறது. ஸோ தே ஆல் ஆர் representing goddess. So we treat them as a goddess. So we give like a manjal kungumam கொடுத்து then gift கொடுத்து அனுப்புறது. இது வந்து significance என்னன்னா, கொலு வந்து நம்ம odd number of any kind of odd number we can use 5 steps or 7 steps we can put கொலு. யூஷுவலா மேல் படியில் வந்து கடவுள் அந்த மாதிரி வச்சுட்டு கீழே வந்து அப்படி வர ஹியூமன் அந்த மாதிரி வச்சு பண்ணுறது. இங்கே கொஞ்சம் நம்ம கன்வீனியன்ஸ்க்காக கொஞ்சம் சேஞ்ச் பண்ணிடுவோம். மற்றபடி இந்த ரெண்டு வந்து இந்த வருஷம் எக்ஸ்டெண்ட் பண்ணேன். ഉമ്മ എല്ലാ വർഷവും ഗൊലു ചെയ്യുമ്പം സ്റ്റെപ്സിന്റെ എണ്ണം കൂട്ടും അല്ലേ? ഒരു ബൊമ്മയാவது പുതു ബൊമ്മ എവറി ഇയർ നമ്മൾ വാങ്ങി ഒരു ബൊമ്മ ഉണ്ടാവും. അപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് സ്റ്റെപ്പിൻ്റെ മുകളിൽ ദൈവങ്ങളും താഴേക്ക് വരുമ്പോൾ മനുഷ്യരുമാണ് ഉണ്ടാവുക. പിന്നെ എല്ലാ വർഷവും ഒരു പുതിയ ബൊമ്മ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ദൈവങ്ങൾ ഒരു ഭഗവതീൻ്റെ സ്ഥാനത്താണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞളും കുങ്കുമവും ഒക്കെ തൊടിയിച്ചിട്ടൊക്കെയാണ് നമ്മളെ വിടുക. പിന്നെ ഇതാ ഈ ബാഗുകളൊക്കെ വെച്ചിരിക്കുന്നത് ഗിഫ്റ്റുകളാണ്. അപ്പോൾ അവിടെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർ ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതും അവരുടെ ഒരു ട്രഡീഷനാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ തേങ്ങ, മഞ്ഞൾ, കുങ്കുമം, പൂവ് അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ കുട്ടികൾക്ക് വല്ല ജ്വല്ലറി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുക. പിന്നെ വേറൊരു ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനായിട്ട് ഒരു പാട്ട് പാടണം.
പാട്ടോ നാമോ അങ്ങനെ എന്തെങ്കിലും. അപ്പം അതിനായിട്ടാണ് ഇവർ രണ്ടാളും ഇപ്പോൾ ഇവിടെ ഇരുന്നിരിക്കുന്നത്. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇനി നമുക്ക് ഈ ഗൊലു ഒന്ന് വിശദമായിട്ട് കാണാം. ഉമ്മ പറഞ്ഞ പ്രകാരം താഴെയൊക്കെ മനുഷ്യരും മുകളിലൊക്കെ ദൈവങ്ങളുമെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. താഴെ കുറേ ആൾക്കാർ, ഗ്രാമത്തിലത്തെ ആൾക്കാർ, നട്ട് ക്രാക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മേലേക്ക് മെല്ലെ മെല്ലെ ദൈവങ്ങളായി തുടങ്ങി. കുംഭകർണനുണ്ട്, ഭക്ഷണമൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ ഗണപതി, വിഷ്ണു ഒക്കെ ഉണ്ട്. ഇവിടെയും ഈ സൈഡിലും അതെ, താഴെ നിറച്ച് മനുഷ്യർ. ഈ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ക്രിക്കറ്റ് ടീം ഉണ്ട് നിൽക്കുന്നു, കണ്ടില്ലേ? ക്രിക്കറ്റ് ടീമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യരെ ആരെങ്കിലുമൊക്കെ വെച്ചാൽ മതിയല്ലോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കല്യാണം നടത്തുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെ അമ്പലത്തിൽ നിന്ന് തൊഴുന്ന പോലത്തെ കുറച്ച് മനുഷ്യർ. പിന്നെ അവിടുന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് പിന്നെ വീണ്ടും മെല്ലെ മെല്ലെ ദൈവങ്ങളായി തുടങ്ങുകയാണ്. കുറച്ച് പച്ചക്കറികൾ, ധാന്യം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കണീൻ്റെയൊക്കെ ഒരു വകഭേദം. ഇവിടെ ദശാവതാരം ഉണ്ട്. മറ്റേ സൈഡിലായിട്ട് അഷ്ടലക്ഷ്മി വെച്ചിട്ടുണ്ട്. നടുക്കായിട്ട് സുബ്രഹ്മണ്യനും 2 ഭാര്യമാർ, വള്ളി, ദേവയാനി. പിന്നെ മുകളിലേക്ക് പോകുമ്പം കൃഷ്ണൻ, ഗരുഡൻ, പിന്നെ രുക്മിണി. ഇവിടെ അനന്തശയനം, കാളിയമർദ്ദനം. പിന്നെ അമ്മൻ, അതായത് ഭഗവതി. നമ്മുടെ ഭഗവതിക്ക് ഇവർ അമ്മൻ എന്നാണല്ലോ പറയുക. അപ്പം ഭഗവതിയുടെ പലതരം ഫോമുകളിൽ ഉള്ള ബിംബങ്ങളുണ്ട്. അതിൽ സരസ്വതി, മഹാലക്ഷ്മി എല്ലാം ഉണ്ട്. സുബ്രഹ്മണ്യൻ ഏറ്റവും മുകളിൽ, വീണ്ടും ഭഗവതിയും കൃഷ്ണനും. ഇവിടെ 2 കഥകളി, പിന്നെ ശിവനും പാർവതിയും. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ശിവൻ, രാധ, കൃഷ്ണൻ, ശിവൻ്റെ ഫുൾ ഫാമിലി. താഴേക്ക് എത്തിത്തുടങ്ങുമ്പോൾ വീണ്ടും മനുഷ്യന്മാരായി ഗണപതി, ശിവലിംഗം ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ 2 പഞ്ചാബികളുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ 2 ആഫ്രിക്കക്കാരുണ്ട്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് നോർത്ത് ഇന്ത്യൻ പാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള, എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പലതരം ബിംബങ്ങളാണ് എത്രയോ കാലങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഗൊലു. Hi. This is Uma's son. Of course. I'm the second one. Second one. ചങ്കോട്ടൻ ഇത്ര നേരം ക്യാമറയുടെ പിന്നിലായിരുന്നു. അപ്പം അത് കാരണം ശബ്ദം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. ഇത് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഒന്ന് തൊഴാനൊക്കെ സാധിച്ചത്. ചങ്കോട്ടൻ്റെ പാരൻസ് കോയമ്പത്തൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ് അസലായിട്ട് അറിയാം. അപ്പം ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ അതുകൊണ്ട് നല്ല എളുപ്പമാണ്. ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവർ ഭക്ഷണം സെർവ് ചെയ്യും. ഗൊലുവിന് വന്നു കഴിഞ്ഞാൽ ആദ്യം താഴെ പോയി തൊഴുത് ഒരു പാട്ടൊക്കെ പാടി പിന്നെ മുകളിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചിട്ട. ഇപ്പം 120-150 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ഇവർ. കുറച്ച് സാധനങ്ങൾ ഭക്ഷണം ഇവർ തന്നെ ഇവിടുന്ന് കുക്ക് ചെയ്യും, ബാക്കി പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. അപ്പം ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ പല വീട്ടിലും ഉണ്ടാകുമ്പോൾ ഒരേ ദിവസം തന്നെ പല വീടുകളിലും ഗൊലു കാണാനായിട്ട് ബാച്ചായിട്ട് എല്ലാവരും കൂടി പോകും. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വക ഫോട്ടോസ് തന്നെയാണ് ഉണ്ടാവുക. ഗൊലുവിൻ്റെ ഫോട്ടോസും അതിന് പോയ ഫോട്ടോസും ഒക്കെ. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ സ്വതവേ ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു വീഡിയോ എടുക്കാനുള്ള കാരണം. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റി. എൻ്റെ മക്കൾ 2 പേരും കിട്ടിയ ചാൻസിന് അവിടെ നല്ലൊരു ലൊക്കേഷൻ കണ്ടു പോസ് ചെയ്യാനായിട്ട്, ഒരു ഫോട്ടോ സ്പോട്ട്. അപ്പം അവിടെ ഒന്ന് പോസ് ചെയ്തു. ഇവിടെ മിക്ക ഇന്ത്യൻ ഫാമിലീസും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് വേറെ ഹെൽപ്പിന് അധികം ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പം അത് കാരണം പിന്നെ ഭാര്യയും ഭർത്താവും മക്കളും പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ അങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ സെലിബ്രേഷൻസും ഞങ്ങൾ ഒരുമയോടെ നടത്തുക.
വളരെ ട്രഡീഷണലായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളുമാണ് ഇതിനുണ്ടാവുക. വെജിറ്റേറിയൻ ആയിരിക്കും, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ തമിഴ്നാട്ടിലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള നവരാത്രി ഗൊലു സമയങ്ങളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഉണ്ടാകും. അപ്പോൾ കടലയുടെ സുണ്ടൽ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലെമൺ റൈസ്, കോക്കനട്ട് റൈസ്, ഈ ബ്രൗൺ നിറത്തിലുള്ളത് ബിസിബേലെ ബാത്ത്, ഇത് ഒന്ന് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു തോരൻ പോലത്തത്, പിന്നെ ഒന്ന് പച്ചക്കായയുടെ, സേമിയ പായസം, റവ കേസരി, ഇത് രസം, സാധാരണ ചോറ്, പിന്നെ സാമ്പാർ, ഇഡ്ഡലി, അതുകൂടാതെ തൈര് സാദം. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടെങ്കിൽ പാസ്തയുണ്ട്, ചിപ്സും ഉണ്ട്. പാസ്ത ഇവിടുത്തെ കുട്ടികൾ മിക്കവരും പാസ്തയായിരിക്കും എടുക്കുക, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ കൂടി ആയി കഴിയുമ്പം ഒരു ഗംഭീര ട്രീറ്റ് തന്നെയാണ്. അപ്പം കൊല്ലത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഈ ഒരു ട്രീറ്റ് ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യും. അപ്പോൾ ഈ വെജിറ്റേറിയൻ ഇതിലുള്ള ഈ സുണ്ടൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു എക്സലൻറ്റ് പ്രോട്ടീനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഇടുന്നുണ്ട്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് വെച്ചോടാന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ആ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയും തപ്പിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ 11:30 ആണ് സമയം. അപ്പോൾ ഇവർ രാവിലെ 11:30 മുതലാണ് ഇൻവിറ്റേഷൻ വെച്ചിരിക്കുന്നത്. 11:30 മുതൽ രാത്രി 7:30 വരെയാണ് സമയം വെച്ചിരിക്കുന്നത്. പക്ഷേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു 8:30-9 മണി വരെയൊക്കെ വരും. അപ്പോൾ അതായത് ഇവർ രാവിലെ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ, രാത്രി വരെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അവർ വരും, തൊഴും, പാടും, ഭക്ഷണം കഴിക്കും. അങ്ങനെ അതൊരു നോൺ സ്റ്റോപ്പ് പ്രോസസ്സാണ്. അതിന് തന്നെ വേണം നല്ല എനർജി ശരിക്ക് പറയുകയാണെങ്കിൽ. ഇപ്പോൾ അതേ ഓരോരുത്തരായി വന്ന് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് നേരത്തെ വന്നതാണ് വീഡിയോ എടുക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ, ഗൊലു തൊഴുത് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുറച്ച് നേരം എന്തെങ്കിലും നാമം ചൊല്ലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്തിഗാനം പാടുക. അതിവിടുത്തെ ഒരു ചിട്ടയാണ്. അപ്പോൾ ഇതേ ഇവിടെ ചങ്കോട്ടനും രാജേഷും അതിനുള്ള ഒരുക്കാണ്. അവരൊരു പാട്ട് പാടാൻ പോവുകയാണ്. അതിനുശേഷം ഇവിടെ വരുന്ന ഓരോരുത്തരായിട്ടുള്ള പാട്ടുകളും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹരിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ചിന്ന ചിന്ന മുരുക മുരുക സിംഗാര മുരുക സിംഗയിലെ വന്ന് ആടും മുരളി സിംഗാര മുരുക எப்போதும் வருவாயப்பா ஏற்றுனை பாடுகின்றேன் ஏறப்பட்டு முருகா முருகா என்ன மதி பின்னவதான் எப்போதும் வருவாயப்பா ஏற்றி உன்னை பாடுகின்றேன் ஏறப்பட்டு முருகா முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா சிந்தையிலே வந்து ஆடும் குழந்தை சிங்கார முருகா. சங்கரன் சங்கரி தேவி மனோகரி சந்திரகலாதரி அம்பிகையே எங்கும் நிறைந்த உன் இளையடியை தொழும் பேயனத்தை அருள் பிறவியே. திருத்தணி மலை மீது எதிரொலிக்கும் திருப்பரங்குன்றத்தில் நீ சிரித்தால் முருகா திருத்தணி മலை மீது എതിരൊലിക്കും. അഴലിൻ്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ ജീവനിൽ സൂര്യോദയം തീർക്കൂ. അങ്ങനെ താഴെ നിന്നുള്ള പാട്ടുപാടലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതുപോലെ പല ഗ്രൂപ്പുകളായിട്ട് ആൾക്കാർ വരും. താഴെ പോയി തൊഴുത് പാട്ടൊക്കെ പാടി മേലെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും.
അപ്പം അമേരിക്കയിലെ ഗൊലു ഞങ്ങളിവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളിങ്ങനത്തെ ഒരു ഗൊലുവിന് പോകുമ്പം കുറേ കാലങ്ങളായിട്ട് കാണാത്ത ഫ്രണ്ട്സിനെയും ഒക്കെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നല്ലൊരു ഗെറ്റ് ടുഗദറിൻ്റെ ഒരു അവസരം പോലെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന ഉമ്മയ്ക്കും ശേഖറിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.